അപ്പോൾ നിങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു, ഞങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു. ആ പ്ലേസ്മെൻറ്റിൻ്റെ ഒടുവിൽ ആരുടെ ആർഗ്യുമെൻ്റാണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് അന്നേരം നോക്കാം. CPM-ൻ്റെ ഇപ്പോൾ CPM വലിയ ധാർമ്മികതയൊക്കെ പറയുമ്പോൾ CPM-ൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ്, മുൻ MLA, മുൻ ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം VS പിണറായി പക്ഷകാലത്ത് VS-നെതിരായി പിണറായിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ്. എന്താണ് പാർട്ടി ആ വിഷയത്തിനകത്ത് നടപടിയെടുത്തത്? ആ വിഷയത്തിനകത്ത് പാർട്ടി നടപടിയെടുക്കാത്തതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. കാരണം പത്മകുമാർ ഒറ്റയ്ക്കല്ല കട്ടത്. അയ്യപ്പൻ്റെ പൊന്ന് കട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് ഒരാളും വിചാരിക്കേണ്ട. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകുമ്പോൾ അയ്യപ്പൻ്റെ പൊന്ന് കെട്ട വിഷയത്തിനകത്ത് ദേവസ്വം ബോർഡ് മന്ത്രിമാർ വരെ കുറ്റാരോപിതരായി സംശയത്തിൻ്റെ നിഴലിലിങ്ങനെ നിൽക്കുമ്പോൾ ആ നിഴലിൽ കുറച്ച് വെളിച്ചം അടിച്ചു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താമെന്ന് ആര് വിചാരിച്ചാലും നടക്കില്ല. ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ട്. നിങ്ങളും പ്ലേസ് ചെയ്തോളൂ, ഞങ്ങളും പ്ലേസ് ചെയ്യാം. ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏത് ബൈ ചെയ്യുമെന്ന്.